ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയായ ട്രിവാൻഡ്രം സൂയിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. ഇതാണ് മൃഗശാലയുടെ മെയിൻ ഗേറ്റ്. ഇവിടെ പ്രവേശനം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ്. തിങ്കളാഴ്ച ഇവിടെ അവധിയാണ്. ടിക്കറ്റ് ചാർജ് മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. ക്ലോക്ക് റൂം ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം സൂ ആണ് കേരളത്തിലെ ഫസ്റ്റ് സൂ. 1857 ഈ മൃഗശാല സ്ഥാപിക്കപ്പെട്ടത്. പക്ഷികളെയും മൃഗങ്ങളെയും അവരുടെ സ്വാഭാവിക ചുറ്റുപാടിലാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. അതിനാൽ സന്ദർശകർക്ക് അവരുടെ ജീവിത രീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നു. ഇതാണ് സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്ന കാട്ടുപോത്ത്. ഏകദേശം 600 മുതൽ 1500 വരെയാണ് ഇവരുടെ ഭാരം വരുന്നത്. ഇപ്പോൾ കാണുന്നതാണ് സിംഹവാലൻ കുരങ്ങൻ. ഏകദേശം 20 മുതൽ 30 വർഷം വരെയാണ് ഇവരുടെ ജീവിത കാലയളവ്. സിംഹവാലൻ കുരങ്ങനുകൾ മരങ്ങളുടെ മേൽത്തട്ടിലാണ് അധിക സമയവും ചിലവഴിക്കുന്നത്. ഇപ്പോൾ കാണുന്നതാണ് മൂങ്ങ. ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഇത് ഏതോ ഒരു മൃഗത്തിനെ ഒബ്സർവ് ചെയ്യാനുള്ള സ്പേസ് ആണ്. പക്ഷെ എത്ര നോക്കിയിട്ടും ഇവിടെ ഒരു മൃഗത്തിനെയും കാണാൻ പറ്റിയില്ല. ഒരുപാട് കുട്ടികൾ സ്കൂൾ ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പോകുന്നത് പക്ഷികളുടെ ഏരിയയിലേക്കാണ്. കൊക്കുകൾ, പെലിക്കൻസ്, കഴുകന്മാർ, അങ്ങനെ ഒരുപാട് പക്ഷികളാണ് ഈ ഏരിയയിലുള്ളത്. ഇപ്പോൾ കാണുന്നതാണ് ബംഗാൾ കഴുകൻ. ഇതിൻ്റെ പറക്കൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആളുകളാണ് തടിച്ചുകൂടി നിൽക്കുന്നത്. ബംഗാൾ കഴുകനെ പ്രധാനമായും കാണുന്നത് ഇന്ത്യ, ചൈന, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലാണ്. ഇവരുടെ ജീവിത കാലയളവ് 17 വർഷം മുതൽ 19 വർഷം വരെയാണ്. ഇവയുടെ ശരീരഭാരം വരുന്നത് 3.5 കിലോഗ്രാം മുതൽ 7.5 കിലോഗ്രാം വരെയാണ്. ഇവർ മാംസബുക്കുകളാണ്. ഇവരുടെ മുട്ട വിരിയുന്നതിനുള്ള സമയം 45 ദിവസം മുതൽ 52 ദിവസം വരെയാണ്. കൊക്കുകളെ കാണാൻ പോകുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ മുതലക്കുളം കണ്ടത്. ഒരുപാട് മുതലകളാണ് ഈ കുളത്തിലുള്ളത്. എല്ലാ മുതലകളും ഉച്ചമയക്കത്തിലാണെന്ന് തോന്നുന്നു. ഇതാണ് കൊക്കുകളുടെ ഏരിയ. ഇവിടെ ഇങ്ങനെ ഒരുപാട് കൊക്കുകളാണ് പറന്ന് കളിക്കുന്നത്. ഇത് കാണാൻ തന്നെ അതിമനോഹരമായിരുന്നു. ഇവിടെ ബഗ്ഗി സർവീസും അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ പോകുന്നത് നീർനായയുടെ ഏരിയയിലേക്കാണ്. അവരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേക സ്പോട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്.
ഇപ്പോൾ കാണുന്നതാണ് പന്നിക്കരടി അല്ലെങ്കിൽ തേൻ കരടി എന്ന് പറയും. ഇതാണ് ആമകളൊക്കെ ഉള്ള ഏരിയ. സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ആമയെ കാണാൻ ഇവിടെ സാധിക്കും. വിശ്രമിക്കാൻ ഇവിടെ ഒരുപാട് ബെഞ്ചുകൾ അവൈലബിൾ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ സൂ ആയതുകൊണ്ട് ഒരുപാട് ഏരിയ ഇവിടെ ചുറ്റിക്കറങ്ങി കാണാനുണ്ട്. അതിനാൽ ടയേർഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. വിശ്രമിക്കാനുള്ള സൗകര്യവും കുടിവെള്ളവും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന എമു. ഇവരുടെ ജീവിത കാലയളവ് 10 വർഷം മുതൽ 20 വർഷം വരെയാണ്. ഇതാണ് ആഫ്രിക്കയിലെ സഹാറയിലെ തെക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഹിപ്പോപ്പൊട്ടാമസ്. ഇവരുടെ ജീവിത കാലയളവ് 40 വർഷം മുതൽ 61 വർഷം വരെയാണ്. ഇവരുടെ ഭാരം വരുന്നത് 1.4 ടൺ മുതൽ 5 ടൺ വരെയാണ്. സൂ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് പെട്ടെന്നൊരു മഴ പെയ്തത്. ഇവിടെ ചെറിയൊരു ടീ ഷോപ്പൊക്കെ അവൈലബിൾ ആണ്. ഇനി ഞാൻ പോകുന്നത് മാംസഭോജികളുടെ ഏരിയയിലേക്കാണ്. ഈ ഏരിയയിലാണ് പുള്ളിപ്പുലികളും വൈറ്റ് ടൈഗറും ബംഗാൾ ടൈഗറും സിംഹവും എല്ലാം ഉള്ളത്. ഈ കാണുന്നതാണ് പുള്ളിപ്പുലി. ഇതാണ് ബംഗാൾ ടൈഗർ. ഇവരുടെ ജീവിത കാലയളവ് 18 വർഷം മുതൽ 25 വർഷം വരെയാണ്. ശരീരഭാരം വരുന്നത് 140 കിലോ മുതൽ 300 കിലോ വരെയാണ്.
ഇവിടെയാണ് പാമ്പുകളെല്ലാം ഉള്ളത്. ഒരുപാട് വിഷമുള്ളതും വിഷമില്ലാത്തതുമായ പാമ്പുകളെ എല്ലാം കാണാൻ സാധിച്ചു. ഇതിനകത്ത് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല.